ഒരുപാട് വേരിയന്റുകളുണ്ട്. അതിനകത്ത് തന്നെ ഏകദേശം ഒരു 6ഓളം മോഡാണ് ഒരു പാറ്റേണിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കളർഫുൾ ട്രെൻഡിങ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും നമുക്ക് ഒരുപാട് വെറൈറ്റി മോഡുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മോഡിൽ തന്നെ ഏകദേശം 6ഓളം മോഡുകൾ വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. വെറൈറ്റി മോഡുകളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നോവയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1250 വാട്ട്സിൻ്റെ ഒരു JBL സബ് വൂഫറാണ്. ഇത് നല്ല പഴക്കമുണ്ട് കേട്ടോ. നല്ല പഴക്കം എന്ന് വെച്ചാൽ ഒരു 10 കൊല്ലത്തിന് മേളിൽ പഴക്കമുണ്ട് ഈ പ്രോഡക്റ്റ്. ഇത് നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരുന്നാണ്. അപ്പം പുള്ളിക്കാരതേണൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം, അതിൻ്റെ ബോക്സും കാര്യങ്ങളെല്ലാം പോയിരിക്കുകയാണ്, ഇത് ഊരി വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിത് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മളൊരു 2K ഡയമണ്ടിൻ്റെ ഒരു സ്റ്റീരിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ റിവ്യൂ ചെയ്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിൽ. നമ്മളെ 2K ഡയമണ്ടിൻ്റെ റിവ്യൂ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ ആണ് കേട്ടോ. 10.33, അതായത് 10.33 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമുക്കൊരു ഗ്രിൽ ലൈറ്റ് ആഡ് ചെയ്യാനായിട്ടുണ്ട്, ഒരു 4 ഗ്രിൽ ലൈറ്റ്. പിന്നെ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് ബോർഡിൽ ഒരു അണ്ടർ ബോഡി ലൈറ്റ് ആഡ് ചെയ്യാനുണ്ട്. അത് ബ്ലൂ സ്ട്രിപ്പാണ്, അത് നിയോൺ ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. നമ്മളെ ബോക്സ് JBLൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതവിടെ ഒരു പിരുത്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. അതൊക്കെയാണ് നമ്മളെ പരിപാടികൾ. അപ്പോൾ ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നതൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഇതിനകത്ത് ആംപ്ലിഫയർ ഉണ്ട്. ആംപ്ലിഫയർ നമ്മൾ സൗണ്ട് ബോസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ആംപ്ലിഫയർ ആണ്. അത് ഏകദേശം നല്ല പഴക്കമുണ്ട്. അത് നമ്മൾ ഈ JBLനേക്കാളും പഴക്കമുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അതിനകത്ത് പക്ഷേ ഒരു ചാനൽ മാത്രമാണ് കറക്റ്റ് പ്രോപ്പർ വർക്ക് ആവുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചുതരാം, അതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ ഇതിനകത്ത് പറയാം. അതിനകത്ത് ആംപ്ലിഫയർ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല, നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അത് പോയി ഒന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ആക്സിസ് നമ്മുടെ ബ്രാൻഡിൻ്റെ വയറിംഗ് കിറ്റാണ് കേട്ടോ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി അങ്ങനെ നമ്മൾ ഇന്നോരോ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീഡിയോയിൽ പറയാത്ത, അത് ഫസ്റ്റ് നമ്മൾ ഇൻട്രോ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ JBLൻ്റെ ട്യൂബാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പം നമ്മളെ സുഹൃത്ത് പറഞ്ഞു നമുക്ക് സ്പേസ് ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് പോകും, അപ്പോൾ അതിന് ഒതുങ്ങിയ ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ബാസഫെക്സിൻ്റെ ഒരു പഞ്ച് ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 ഡോർ ഡാമ്പിങ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ D-Track എന്നുള്ള ബ്രാൻഡിൻ്റെ ഡാമ്പിങ് ഷീറ്റും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ 4 ഡോറിൻ്റെ ഉൾവശം നമ്മൾ ഡാമ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ 2 ലെയറാണ് ഡാമ്പ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ നമ്മൾ 3 ലെയറിലോട്ടും കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്തായിരുന്നു. പിന്നെ അത് സ്പേസറിൻ്റെ ചുറ്റും നമ്മളൊരു റെഡ് ഏഞ്ചൽ റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളെ സ്പീക്കർ ഗ്രില്ലിനകത്തൂടെ ആ വെട്ടം കാണാൻ വേണ്ടി നൈറ്റ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മളൊരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ വാഗണറിനകത്ത് ചെയ്ത സെയിം ബ്രാൻഡ് സെയിം സാധനമാണ് 6 പീസ്. അപ്പോൾ അതിൻ്റെ ഡോർ ഫ്ലാപ്പിലും കാര്യങ്ങളൊക്കെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെ MTX ഓഡിയുടെ സ്പീക്കറാണ്. അത് നമ്മൾ ഫ്രണ്ടിൽ കോമ്പോണൻറ്റ്, ബാക്കിൽ നമുക്ക് കോയാക്സിൽ. ഇപ്പം കുറച്ച് നാളായിട്ട് നമുക്ക് MTX ഓഡിയോസാണ് നമ്മളെ ചുറ്റിലും കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാര്യം അത്രയും ക്വാളിറ്റി, അത്രയും നല്ല ഒരു പെർഫോമൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന പോലും. കാര്യം ഞാൻ മിക്കുള്ളവരും ചോദിക്കാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അവസാനമാക്കി DD നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലൊക്കെ മേടിക്കാൻ പറ്റുന്ന, ഒരു 5000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ DD ആയിരുന്നു. പക്ഷേ DDയെക്കാളും നല്ല കിടിലം പെർഫോമൻസ്, കിടിലം ക്വാളിറ്റി തരുന്ന ഈ ഒരു സ്പീക്കർ ഉള്ളപ്പം പിന്നെ നമുക്ക് DDയെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നല്ല സാധനം നല്ലത് തന്നെ പറയും കേട്ടോ. DD ഇതൊക്കെ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എടുക്കും. പക്ഷേ ഇതിനേക്കാൾ ചൂട് എടുക്കുകയാണെങ്കിൽ JLOD ഉണ്ട്. JLOD റേറ്റ് കൂടുതലാണ്. പ്രൈസ് കോയാക്സിലിൻ്റെ റേറ്റ് വരുന്ന 10 രൂപയ്ക്ക് മേളിലാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യാത്തത്. പക്ഷേ JLODയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു വർക്ക് JLOD ആയിട്ടാണ് ചെയ്യാനുള്ളത് കേട്ടോ. അത് ഈ മന്ത് അവസാനത്തോടെ കസ്റ്റമർ എനിക്ക് കൊണ്ടുവരത്തുള്ളൂ പ്രോഡക്റ്റുകളായിട്ട്. അത് മൊത്തം ഇമ്പോർട്ട് പ്രോഡക്റ്റാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഇന്നോവ വർക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 ലെയർ ഡാമ്പ് ചെയ്ത് സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ ഇന്നോവ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു 1250 ഒരു സബ് വൂഫർ നമ്മളങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. JBL ആണ് ഇത്. നമ്മൾ ഏകദേശം നല്ല പഴക്കമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 കൊല്ലത്തോളം പഴക്കമുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു 1750 ബോക്സിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഏകദേശം 300 RMS ആണ് ഈ ഒരു സബ് വൂഫറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ റീസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സ്കേർട്ട് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ അതിനകത്ത് റിഫ്ലക്ടറും നമ്മൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി വന്നൊരു ടൈപ്പ് 1 ആണ്, അതിന് നമ്മൾ ടൈപ്പ് 4 ബാക്ക് ഫസ്റ്റ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുക. പിന്നെ നമ്മളൊരു കുഞ്ഞിനൊരു സ്പൈഡർമാനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മേകളിലായിട്ട്. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സൈഡ് സ്കേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതൊരു നിയോ ലൈറ്റ് ബ്ലൂ കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാനതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ നിയോൺ, ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തത്. അടിയിലോട്ടല്ല, നമ്മൾ സൈഡിലോട്ടാണ് ഇതിനെ സ്പെക്ടേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം ഇങ്ങനെയാണ്. അതൊരു നൈറ്റ് ഭയങ്കര ഒരു രസമാണ് കേട്ടോ. ഡെയിലി വലിയ കാണാൻ വലിയ ഇതില്ലെങ്കിലും പക്ഷേ നൈറ്റ് ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് 1 നേരെ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കേട്ടോ. പിന്നെ അടിയിലായിട്ട് നമ്മളൊരു ബാർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഓണായി കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് 24 ഇഞ്ചിൻ്റെ നമ്മളൊരു ബാർ ലൈറ്റാണ്. ഫുള്ള് നമുക്ക് റിമോട്ട് കൺട്രോളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മളൊരു ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ലെക്സസ് മിറർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്ത് വിശേഷമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ മേഖലയിലായിട്ടൊരു ഷാർക്ക് പിൻ ആൻറ്റിന ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത് ടോട്ടലി നമ്മൾ ഫുള്ള് ഇൻറ്റീരിയർ ഫുൾ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ടോപ്പ് റൂഫ് ഉൾപ്പെടെ നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തു. ഈവൻ ഡാഷ്ബോർഡ് സൈഡ് നമ്മൾ റെക്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓയിൽ ഫിറ്റ്മെൻറ്റ് തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ആംബിയൻസ് ലൈറ്റ് കണ്ടില്ലേ, ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2K ഡയമണ്ട്സിൻ്റെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ MDX ഓഡിയോ സ്പീക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ JBLൻ്റെ ഒരു ന്യൂ പെയർ, അതായത് ഒരു 2 മന്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂ പെയർ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് 2 പെയർ നമ്മുടെ ഇരിപ്പുണ്ട് വിത്ത് ആൻഡ്രോയിഡ് നമ്മളതാ സ്റ്റീരിക്കകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഫുൾ ബോക്സ് ആയത് ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിക്കും വിത്ത് വാറണ്ടി നമ്മൾ ഏകദേശം 2 മന്തോളം യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഫുൾ വാറണ്ടി സഹിതം നമ്മളെ കൈവശം ഇരിപ്പുണ്ട്. ഇതാണ് കേട്ടോ ആൻഡ്രോയിഡ് സ്റ്റീരിയോ JBLൻ്റെ ക്ലീൻ ആയിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കിയാൽ JBL സ്പീക്കർ എടുക്കാതെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നിൻ്റെ അവിടെ നോക്കിയാൽ പിന്നിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് തുരുമ്പ് കാണും. അതുകൊണ്ട് അത്ര പോലും വന്നിട്ടില്ല. കാര്യം അത്രയ്ക്കും നീറ്റ് പീസാണ്. അതായത് 2 മന്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ MDX ഓഡിയോയുടെ കോയാക്സ് നമ്മൾ ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് നമ്മൾ ഫുള്ള് 2 ലെയർ ഡാമ്പ് ചെയ്തിട്ടുണ്ട് ഡോറിൽ. പിന്നെ നമ്മളൊരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ നിങ്ങളെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നൈറ്റ് വ്യൂ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു വാഗണറിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ഇതെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ബേസിൽ വന്നു കഴിഞ്ഞാൽ MDX ഓഡിയോയുടെ നമ്മൾ ആ ഒരു ട്യൂട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൈഡിലാണ് പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോമ്പൗണ്ട് സ്പീക്കറും നമ്മൾ സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ലൈറ്റ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയറിനകത്ത് ഈ ഒരു ബ്ലൂ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്പീക്കർ ബോക്സിനകത്തായിട്ട് നമ്മൾ റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആംബിയൻസ് ലൈറ്റ് നമുക്ക് റിമോട്ട് ആക്സസ് ആണ്. ഫുള്ള് റിമോട്ട് ആക്സസിലാണ് നമുക്ക് ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫോൺ കൺട്രോളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്നെനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഫോണിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടെയൊക്കെ മോഡ് കാര്യങ്ങളൊക്കെ ഫോൺ ആപ്പിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കളർ ചേഞ്ച്, ഗ്രീൻ, റെഡ്, ബ്ലൂ ഉണ്ടോ. നമുക്ക് ഓരോരോ പാറ്റേൺസ് അനുസരിച്ച് നമുക്കിത് മാറ്റാൻ പറ്റും ഉണ്ടോ. നമുക്ക് ഓരോ കളർ അനുസരിച്ചൊക്കെ മാറി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പിന്നെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ 2K ഡയമണ്ടിന് നമ്മളൊരു സ്റ്റീരിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് 10 ഇഞ്ചാണ് ചെയ്തിരിക്കുന്നത്. 10.32 ഇഞ്ചാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഹെവിയാണ്, വേറെ ഒന്നും പറയാതിരിക്കാൻ വയ്യ. പിന്നെ എനിക്ക് ഇതിനകത്ത് ലാഗായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളെ സബ് ഊഫറിനുള്ള ഔട്ട്പുട്ട് ഇച്ചിരി ലാഗായിട്ട് തോന്നി. ബാക്കി സ്പീക്കർ ഔട്ടും കാര്യങ്ങളൊക്കെ പക്കയാണ്. സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര ഹെവി ആയിട്ടല്ല തോന്നി. നമുക്കൊരു മീഡിയം വോളിയം കഴിയാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വോളിയം നമുക്ക് ഡൗൺ ആവുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് സബ് ഊഫർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കൺവെർട്ടർ ഇട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നു. കാര്യം അതിനകത്ത് കിട്ടുന്ന അത്ര ഒരു ഔട്ട്പുട്ട് എനിക്ക് പിന്നെ ഈ ഒരു ഇതിനകത്തൊന്ന് കിട്ടിയില്ല. കാര്യം നമുക്ക് സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാര്യം നമ്മൾ ആ ഒരു ക്വാളിറ്റി നമുക്കൊരു ഫുൾ വോളിയം വെക്കാൻ നേരത്ത് ആ വോളിയം നമുക്ക് ഓപ്പണായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഭയങ്കര ഡൗൺ ആവുന്നു. അപ്പോൾ അത് ആംബിൻ്റെ ഇഷ്യൂസ് കൊണ്ടിട്ടില്ല, നമ്മുടെ സീരിയസിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇഷ്യൂസ് കൊണ്ടിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് അത് കൺവെർട്ടർ നമ്മൾ ആഡ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ആംപ്ലിഫയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 450 വാട്ട്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഏകദേശം 300 RMS ഉള്ള ഔട്ട്പുട്ട് വരുന്ന ഒരു
സബ് ഊഫറും ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കേൾപ്പിച്ചിട്ടാ കേട്ടോ. അങ്ങനെ നമ്മൾ ആംബിയൻസ് ലൈറ്റും അതേപോലെ തന്നെ നമ്മളെ സ്റ്റീരിയോസിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ ഫോണിനകത്ത് കൺട്രോൾ ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ഫോൺ ആപ്ലിക്കേഷൻ. ഇത് ഡൈനാമിക് ലൈറ്റ് എന്നും പറഞ്ഞാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റി മോഡുകളുണ്ട്. ഓട്ടോമാറ്റിക്, അതേപോലെ ജെൻ മോഡ്, ജെയിന്റ് മോഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി. ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കളർഫുൾ ലൈറ്റ് വാബ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് വേരിയന്റുകളുണ്ട്. ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു 6ഓളം മോഡാണ് ഒരു പാറ്റേണിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കളർഫുൾ ട്രെൻഡിങ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും നമുക്ക് ഒരുപാട് വെറൈറ്റി മോഡുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മോഡിൽ തന്നെ ഏകദേശം 6ഓളം മോഡുകൾ വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. വെറൈറ്റി മോഡുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മളെ മ്യൂസിക്കിനനുസരിച്ച് വോയിസിനനുസരിച്ചൊക്കെ നമുക്കിത് വർക്കാവും. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കാൻ നമ്മളെ വോയിസിന്റെ അതൊരു വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇതെങ്കിലും കാണാൻ പറ്റും. ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് 7 കളർ മോഡ്, 7 കളർ മോഡ് നമുക്ക് ഇതിനകത്ത് തന്നെ റണ്ണിങ് മോഡിലൊക്കെ ആക്കാൻ പറ്റും. അതേപോലെ കൂൾ ഡയമണ്ട്, ഒരുപാട് വെറൈറ്റി മോഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരുപാട് മോഡൽ എന്ന് വെച്ചാൽ ഒരുപാട് മോഡ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ റിമോട്ടിലുള്ളതിനേക്കാളും ഒരുപാട് മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് റിവേഴ്സ് മോഡ് വരുന്നുണ്ട്, അതിലെ പോസിറ്റീവ് മോഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആംബിയൻസ് ലൈറ്റ് നമ്മൾ മോട്ടറൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാർഡി, ടെസ്ല ഇങ്ങനെയുള്ള ബ്രാൻഡുകളിലൊക്കെ നമുക്ക് ഈ ഒരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അത് കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക് തന്നെ കണക്റ്റ് ആയി കിടക്കണം. അപ്പം തന്നെ നമുക്കുള്ള മാപ്പ് കാര്യങ്ങളൊക്കെ ഓൺ ആയി വരും. ഇപ്പോൾ പാർക്ക് ഓൺ ആകുന്ന നേരത്ത് നമ്മുടെ മാപ്പ് ഓട്ടോമാറ്റിക്കിലോട്ട് നൈറ്റ് മോഡിലോട്ട് തന്നെ കൺവേർട്ട് ആവും. ഇപ്പോൾ ഞാൻ പാർക്ക് ഓഫ് ആക്കിയത് ഡേ മോഡിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു നോബ് തൊട്ട് ഈ അറ്റത്തെ നോബ് വരെ നമുക്ക് വരുന്നുണ്ട്. അതായത് വോളിയം കൺട്രോൾ തൊട്ട് നെക്സ്റ്റ് പാസ് ഇങ്ങനെയുള്ള മോഡുകളിൽ വരെ നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഇന്റർഫേസ് ഇത് എങ്ങനെയാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അന്യായം, ഒന്നും പറയില്ല. ഹെവി ഡിസ്പ്ലേ ക്വാളിറ്റി, വേറെ ഒന്നും എനിക്ക് പറയില്ല കേട്ടോ. ഈ ഡിസ്പ്ലേ ക്വാളിറ്റി അതേപോലെ തന്നെ ടച്ചൊക്കെ പക്ക ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇൻബിൽട്ട് ആയിട്ട് ഫാന് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഫാൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും, അതേപോലെ തന്നെ സ്റ്റീരിയോ നല്ല ടെമ്പറേച്ചറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ഓഫ് ഒക്കെ ആക്കാനായിട്ടുള്ള മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DSP ഓഡിയോസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അതിനകത്ത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ ഇട്ട് ഞാൻ ജസ്റ്റ് ഇത് കേൾപ്പിച്ചു തരാം എത്രത്തോളം എൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. നമ്മളെ സബ് ഓഫറോ കാര്യങ്ങളോ ഒന്നും ഓൺ ആക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് സ്റ്റീരിയോയുടെ ഓഡിയോത്തിൽ മാത്രമാണ് കേൾക്കാൻ പോകണം. എന്നിട്ട് ഞാൻ എൻ്റെ സബ് ഓഫറും കൂടെ ഇട്ട് ഓൺ ആക്കി കേൾപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി സബ് ഓൺ ആക്കാൻ വേണം. അപ്പോൾ നമ്മൾ സബിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നോവർ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ ഡോർ ഡാമ്പിങ്, അതേപോലെ ആംബിയൻസ് ലൈറ്റ്, നമ്മൾ 2K ഡയമണ്ട് സ്റ്റീരിയോ, പിന്നെ സബ് ഓഫർ, ആംപ്ലിഫയർ, പിന്നെ ഗ്രിൽ ലൈറ്റ്, ഇങ്ങനെയുള്ള കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടിയിലെ
നമ്മളെ അടുത്ത ടൈപ്പ് 1 മോഡൽ ഇന്നോവയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ റീസ്റ്റോറേഷൻ അതേപോലെ തന്നെ ഫുൾ ഇന്റീരിയർ വർക്കിന്റെ ഫുൾ വീഡിയോസ് പാർട്ട് 1 പാർട്ട് 2 വീഡിയോസ് ഞാൻ നേരത്തെ ഇപ്പോഴെന്നല്ല ഒരു 6-7 മാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫുൾ റീസ്റ്റോറേഷൻ വീഡിയോസ് ഇന്റീരിയർ വർക്ക് എല്ലാത്തിനും കൂടെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് കയറി കാണുക. അതേപോലെ തന്നെ നമ്മൾ ഫുൾ വർക്കും കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് നമ്മൾ എല്ലാത്തിന്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിലാണ്, എന്റെ സ്വന്തം വീട്ടിലിരുന്നാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് തരാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.